അധരങ്ങൾ തുറക്കുന്നിതാ, സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നിതാ. പരിശുദ്ധനേ നാം പാടും ഗീതങ്ങൾ വീണ്ടെടും ജ്ഞാനങ്ങൾ സർവ്വപുകൾ സ്തുതിച്ചാൽ പരിശുദ്ധൻ പരിശുദ്ധനേ നാം പാടും ഗീതങ്ങൾ വീണ്ടെടും ജ്ഞാനങ്ങൾ ആരാധനയ്ക്കു യോഗ്യനേ ആരാധനയ്ക്കു യോഗ്യനേ എന്നിൽ വാഴുന്നവൻ നീ തന്നെ. നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നിതാ, നിന്നെ സ്തുതിപ്പാൻ നിന്നെ പുകഴ്ത്താൻ എൻ അധരങ്ങൾ തുറക്കുന്നിതാ. ദൈവമക്കൾ ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിക്കാം. അടുത്തതായിട്ട് ഒരു തമിഴ് ഗാനമാണ് പാടുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ നാം തകർന്നു പോകാറുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യും? മനുഷ്യനെ അലട്ടുന്ന വലിയ പ്രശ്നമാണ് ഭയം. നാളെയെക്കുറിച്ചുള്ള ഭയം, ആകുലതകൾ. ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ഉള്ളം കലങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയം കലങ്ങുക എന്നുള്ളത് ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. രാത്രി ഈ ശബ്ദ പരിധിയിൽ എവിടെയെങ്കിലും ഹൃദയ കലക്കത്തോടെ, നിരാശയോടെ, ഭാരത്തോടെ, വേദനയോടെ ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിച്ചേക്കാം. ഇനി ജീവിക്കാൻ എന്റെ മുൻപിൽ സാധ്യതകളൊന്നുമില്ല, എല്ലാ സാധ്യതകളും ഈ ഭൂമുഖത്ത് അവസാനിച്ചു, എന്റെ മുൻപിൽ ഒരു വഴിയും ഞാൻ കാണുന്നില്ല, ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അടുത്ത ഗാനം ശ്രവിച്ചാലും കലങ്ങാതെ, നിങ്ങൾ വിഷമിക്കാതെ, നിങ്ങളെ സഹായിപ്പാൻ ഒരു യേശു കർത്താവുണ്ട്. ആ സന്ദേശമാണ് ഇന്ന് രാത്രി ഈ പരസ്യ സ്ഥലത്ത് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. നിങ്ങൾ ഭാരപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളെ സഹായിപ്പാൻ ഈ ലോകത്തിൽ ആരുമില്ലയോ? ട്രൈ ജീസസ്. യേശുവിനെ ഒന്ന് പരീക്ഷിക്കുക. ജസ്റ്റ് ട്രൈ. ഒരു പ്രാവശ്യമെങ്കിലും യേശുവിനെ ഒന്ന് പരീക്ഷിക്കുക. നിങ്ങളെ സഹായിപ്പാൻ എന്റെ യേശു മതിയായവനാണ്. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ കലങ്ങണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആ ഗാനം ശ്രവിച്ചാൽ
കലങ്ങിടാതെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അധരങ്ങളെ തുറന്ന ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ
പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. മറ്റൊരു വേദഭാഗത്ത് ഇങ്ങനെ വായിക്കുന്ന, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കൽവറി ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ മരണം ഒരാകസ്മിക മരണമായിരുന്നില്ല, ഒരു അപകട മരണമായിരുന്നില്ല, ഏതെങ്കിലും ഒരു ശിക്ഷ ആയിരുന്നില്ല, ആത്മഹത്യ ആയിരുന്നില്ല. പിതാവാം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രദർശനം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നപ്പോൾ പിതാവിന് മനുഷ്യവർഗത്തെ നേടുവാൻ തന്റെ സ്വന്തം കുമാരനെ നമുക്ക് വേണ്ടി യാഗമായി നൽകേണ്ടി വന്നു. ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു പഴയ ഗാനം അറിയാവുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള അവസരവുമുണ്ട്. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ആ ഗാനം കേൾക്കുമ്പോൾ പിതാവിന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കുകയും ധ്യാനിക്കുകയും ഹൃദയംഗമായി നമ്മുടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. ഈ ദൈവസ്നേഹത്തിലേക്ക് വരാത്ത പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി ആ വാതിൽ വിശാലമായി കിടക്കുന്നു. ഞാൻ പറഞ്ഞ വാക്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അതിൽ ക്രിസ്ത്യാനികളെന്നില്ല, പെന്തക്കോസ്തുകാരെന്നില്ല, വേർപെട്ടവർ പ്രത്യേകരെന്നില്ല, ഏവനും മനുഷ്യനായി പിറന്നുവോ ഏവനും നശിച്ചു പോകാതിരിക്കുവാൻ, പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അവർ അകപ്പെട്ടു പോകാതിരിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം, പിതാവാം ദൈവം പുത്രനാം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ആ ഗാനം ഞങ്ങൾ പാടുന്നു. മഹൽ സ്നേഹം. സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു.
ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാൻ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ ബന്ധമാണിതു യുഗകാലം വരെയും. ബന്ധമാണിതു 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 യുഗകാലം വരെയും. മകൾ സ്നേഹം ചേർന്നൊന്ന് പാടുമോ? പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഒരിക്കൽ കൂടെ ശക്തിയോടെ കരമുയർത്തി ഈ ദൈവസ്നേഹത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതിനായിട്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാമോ? ഈ സ്നേഹബന്ധത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്: മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത്. യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആമേൻ നിത്യതയോളം മരണത്തിൽ അവസാനിക്കുന്നതല്ല. ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും മരണത്തിൽ അവസാനിക്കുമ്പോൾ നിത്യതയോളം നമുക്ക് നൽകിയ ആ ബന്ധത്തിനായി നമുക്ക് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോയോ, സ്നേഹിതർ ദുഷിക്കുന്നു താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം മേടുകൾ, മരണത്തിൻ കൂരിരുളോ
താങ്ങും കരങ്ങളുണ്ട്. അനേകർക്കുമുള്ള പ്രശ്നം അവരെ താങ്ങാൻ ആളില്ല എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ലോകത്തിൽ അനേകർക്കുള്ള പ്രശ്നം അവരെ താങ്ങാൻ ആളില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമറ്റുപോയി, വിവാഹമോചനത്തിന്റെ വക്കിൽ നിൽക്കുന്നു. താങ്ങാൻ ആളില്ല. പ്രശ്നത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. ഓഫീസിൽ നേരിടുന്ന ടെൻഷൻ, പ്രശ്നം താങ്ങാൻ ആളില്ല. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്, യേശു കർത്താവിന്റെ അരികിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളെ താങ്ങാൻ ഒരു കർത്താവുണ്ട്. ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ചോ, ഭർത്താവ് നിങ്ങളെ കൈവിട്ടോ, മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചോ, മാതാപിതാക്കൾ നിങ്ങളെ കൈവിട്ടോ, ഈ ശബ്ദപരിധിയിൽ ഞാൻ മുന്നേ ഓർപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇനി എനിക്ക് ജീവിക്കണ്ട, മതിയായി, ഇനി ജീവിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾ ഒരുപക്ഷെ ആത്മഹത്യക്ക് ഒരുങ്ങുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ഈ രാത്രിയിൽ നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കപ്പെട്ടത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൺവെൻഷൻ, ഈ യോഗം ഇവിടെ ക്രമീകരിക്കപ്പെട്ടത്. ഈ സുവിശേഷം, ഈ സദ്വർത്തമാനം, ഈ സുവാർത്ത നിങ്ങളോട് പ്രഘോഷിക്കുവാൻ വേണ്ടി അത്രേ. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മഹത്യ പ്രശ്ന പരിഹാരമല്ല. മദ്യം നിങ്ങൾക്ക് സമാധാനം നൽകില്ല സുഹൃത്തെ. പുകവലിച്ചാൽ നിങ്ങളുടെ ജീവിതം നശിക്കും, ശരീരം നശിക്കും, കുടുംബം നശിക്കും, സമൂഹം നശിക്കും. അതിനകത്തുള്ള നിക്കോട്ടിൻ ക്യാൻസർ പോലെയുള്ള, ഹൃദ്രോഗം പോലെയുള്ള മഹാരോഗങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. ആത്മഹത്യ പ്രശ്ന പരിഹാരമല്ല, ആത്മഹത്യ ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. അതുകൊണ്ട് അരുതേ, ആത്മഹത്യ അരുതേ. നിങ്ങളെ താങ്ങുന്ന കരങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയം തകരുകയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവേ എന്നൊന്ന് നിങ്ങൾ വിളിച്ചാൽ മതി. അവൻ സർവജനത്തിൻ്റെയും സന്തോഷമാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ ദൂതന്മാർ പാടിയ മനോഹരമായ പാട്ട് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ്. രാത്രി യേശുവിൽ നമുക്കൊന്ന് ആശ്രയിക്കാം, യേശുവിൽ നമുക്കൊന്ന് ചാരാം. താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ.
അടുത്ത ഒരു ഗാനത്തിന് ശേഷം നാം ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. അടുത്തതായിട്ടൊരു തമിഴ് ഗാനമാണ് പാടുന്നത്. പലർക്കും സുപരിചിതമായ ഒരു തമിഴ് ഗാനമാണ്. പാപങ്ങൾ പോക്കവേ ശാപങ്ങൾ നീക്കവേ ഭൂലോകം വந்தாரையா, മനിതനെ മീட்பவே പരലോകം തിറക്കവേ സിലുവയെ സുമന്താരയ്യ. യേശു കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? എന്തിനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ പിറന്നത് എന്ന് വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണത്. ആ തമിഴ് ഗാനത്തിൽ ഇങ്ങനെയാണ് പാടുന്നത്. தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை மறந்தாலும் உற்றோர் உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். கரம் பிடித்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். அவர் தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரை. ஆஸ்தியே கேட்கவில்லை, அந்தஸ்தே കേൾക്കവില്ലേ, ഉള്ളത്തെ കേട്ടാറായി. ഇതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങളുടെ അമ്മ മറന്നാലും, നിങ്ങളുടെ മാതാവ് നിങ്ങളെ മറന്നാലും, അച്ഛൻ നിങ്ങളെ മറന്നാലും, പിതാവ് നിങ്ങളെ മറന്നാലും, നിങ്ങളെ മറക്കാത്ത ഒരു യേശുവുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കൂട്ടുകാർ നിങ്ങളെ മറന്നാലും, ബന്ധുക്കൾ നിങ്ങളെ മറന്നാലും, നിങ്ങളെ മറക്കാത്ത ഒരു യേശുവുണ്ടെന്നാണ് ഈ തമിഴ് പാട്ടിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം എങ്ങനെയാണ്? യേശു കർത്താവ് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ തങ്കം, നിങ്ങളുടെ സ്വർണം, നിങ്ങളുടെ വില കൂടിയ ആഭരണങ്ങൾ, വെള്ളി, പൊന്ന് ഇവ ഒരിക്കലും ചോദിച്ചില്ല. നിങ്ങളുടെ സമ്പത്ത് കർത്താവ് ചോദിച്ചില്ല. നിങ്ങളുടെ ഉള്ളത്തെയാണ് അവൻ ആവശ്യം. നിങ്ങളുടെ ഹൃദയമാകുന്ന ആ കൊച്ചു ശ്രീകോവിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു കർത്താവ് ഇന്ന് രാത്രി കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, ശാപങ്ങളെ നീക്കുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ഈ ശബ്ദപരിധിയിൽ ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം യേശു കർത്താവിനായി സമർപ്പിച്ചാൽ ഇന്ന് രാത്രി യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ അവൻ സന്നദ്ധനാണ്. ആ ഗാനം പാടുന്നു. പാപങ്ങൾ പോക്കവേ ശാപങ്ങൾ നീക്കവേ ഭൂലോകം വந்தாரையா. അറിയാവുന്നവരെല്ലാവരും കരമടിച്ച് ഈ പാട്ടിൽ ചേർന്ന് പാടി ഒന്ന് ശക്തിയോടെ കരമടിക്കാം. പോരാ പോരാ പോരാ. പാവങ്ങൾ പോക്കവേ ശാപങ്ങൾ നീക്കവേ ഭൂലോകം വந்தாரையா, மனிதனை மீட்பவே பரலோகம் திறக்கவே சிலுவையை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா, மனிதனை மீட்பவே பரலோகம் திறக்கவே சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. சுவை